ശബരിമലയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അടങ്ങുന്ന കത്താണ് ഇന്ന് SITക്ക് ലഭിച്ചത്. ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ അമൂല്യ വസ്തുക്കൾ സുരക്ഷിതമല്ല എന്നാണ് കത്തിൽ പറയുന്നത്. മഹാക്ഷേത്രങ്ങളിലെ നൂറ്റാണ്ടുകളായുള്ള രത്നങ്ങളും ആഭരണങ്ങളും സുരക്ഷിതമല്ല എന്ന് കത്തിൽ പറയുന്നു. 2019 തിരുവാഭരണം കമ്മീഷണർ അയച്ച കത്തിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. അനന്തകൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അനന്തൻ, സുപ്രധാനമായ വിവരങ്ങൾ അടങ്ങിയ അല്ലെങ്കിൽ വളരെ വഴി തിരിച്ചുവിടാൻ കഴിയുന്ന ഒരു വിവരങ്ങളാണ് ഈ കത്തിലുള്ളത്. ഇതിനെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. അവിടെ നടക്കുന്ന തട്ടിപ്പുകൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടയച്ച കത്താണ്, അല്ലെങ്കിൽ നാളെ ഇത് പുറം ലോകം അറിഞ്ഞാൽ തനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി സൃഷ്ടിക്കുകയായിരുന്നു. ആര്യ, ഈ രണ്ട് വഴികളാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ശബരിമലയിൽ മാത്രമല്ല ഇങ്ങനൊരു സ്വർണ്ണക്കൊള്ള നടക്കാനുള്ള സാധ്യത. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള 263 സബ് ഗ്രൂപ്പുകളിലെ ക്ഷേത്രങ്ങളിലും ഏറ്റുമാനൂർ, അമ്പലപ്പുഴ അടക്കമുള്ള മഹാക്ഷേത്രങ്ങളിലടക്കം ഈ കൊള്ളയ്ക്ക് സാധ്യതയുണ്ട് എന്ന് ഒരു നിർദ്ദേശം നൽകുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തിരുവാഭരണം കമ്മീഷണറായിരുന്ന RG രാധാകൃഷ്ണൻ, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് എഴുതിയ കത്താണ്. ആ കത്തിൽ പ്രധാനപ്പെട്ട കാര്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രങ്ങളിലും കഴിഞ്ഞ 15 വർഷമായി തിരുവാഭരണ സംരക്ഷണ നിയമപ്രകാരമുള്ള ഒരു നടപടികളും പൂർത്തിയാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല പോകുന്നത്. തിരുവാഭരണം മാത്രമല്ല, ക്ഷേത്രത്തിലുള്ള ഒരു മുതലുകളുടെയും, അതായത് ഈ സ്വർണം വെള്ളി ഉരുപ്പടികളുടെയും കൃത്യമായ രേഖകളില്ല, അതിൻ്റെ രജിസ്റ്ററുകളില്ല. അത് വരുന്ന മുറയ്ക്ക് അത് രേഖകളിൽ ഉൾപ്പെടുത്തുന്ന നടപടികൾ ഉണ്ടാകാറില്ല. അതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടക്കുന്നില്ല. ഓരോ 6 മാസം കൂടുമ്പോഴും നൽകേണ്ട വിവരങ്ങൾ അത് ഉദ്യോഗസ്ഥർ കൈമാറുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇങ്ങനെ പോയാൽ വലിയ ആപത്തുകൾ സംഭവിക്കുമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി അതിൽ ഉണ്ട്. അതിനൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഈ ഉരുപ്പടികളുടെ രേഖകൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കണക്കുണ്ടാക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ആ കത്തിൽ വെക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കത്ത് ആ വഴിക്കങ്ങ് പോയി എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ ഒരു നടപടിയും പത്മകുമാർ ഇരുന്നപ്പോഴോ അതിനുശേഷം വന്ന ദേവസ്വം ബോർഡോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറത്തായപ്പോൾ ഹൈക്കോടതിക്ക് ആ കണക്കെടുപ്പ് നടത്താൻ ഒരു വിരമിച്ച ജഡ്ജിയെ നിർദ്ദേശിക്കേണ്ടി വന്നത്. പക്ഷേ ഈ കത്ത് എഴുതിയ സമയത്തിനൊരു പ്രാധാന്യമുണ്ട്. അത് ആ കത്ത് എഴുതുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ആ ദ്വാരപാലക പാളികൾ സ്വർണം പൂശി കൈവശം വെക്കുന്ന സമയത്താണ്. അതായത് RG രാധാകൃഷ്ണൻ ചെന്നൈയിൽ പോയി ആ സ്വർണം പൂശിയ പാളികൾ കണ്ട ശേഷം തിരിച്ചു വന്ന ഉടൻ തന്നെ എഴുതിയൊരു കത്താണ്. അതുകൊണ്ടാണ് SIT ഇത് ആ കാലത്ത് ഈ കൊള്ള തിരിച്ചറിയുകയും അതിൽ നിന്ന് ഭാവിയിൽ പിടുത്തം വീണാൽ രക്ഷപ്പെടാൻ വേണ്ടി തയ്യാറാക്കിയതെന്നൊക്കെയുള്ള സംശയം ഉണ്ടാകുന്നത്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം, കേരളത്തിലെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രത്തിലും സ്വർണ്ണാഭരണങ്ങളോ വെള്ളിയാഭരണങ്ങളോ വെള്ളി ഉരുപ്പടികളോ സ്വർണ്ണ ഉരുപ്പടികളോ ഒരു സുരക്ഷയും ഇല്ലാതെയാണ് ഇത്രയും കാലം സൂക്ഷിച്ചിരുന്നത്.